അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൃത്യമായ അറിവോ വ്യക്തമായ നിലപാടോ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ 4-5 വീഡിയോകൾ ഇറക്കുന്ന നമ്മുടെ അനിൽ മുഹമ്മദ് സാറ് എനിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വരികയുണ്ടായി. അതിന് അദ്ദേഹത്തിന് ഒരു കാരണമുണ്ട്. ഞാനിപ്പോ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് കാരണം? കഴിഞ്ഞ ദിവസമാണ് ഒരു വിസ്ഡം കുഞ്ഞിന്റെ വീഡിയോ കാണാനിടയായത്. ഏതാണ് ആ കുഞ്ഞ്? ആ വിസ്ഡം കുഞ്ഞ് ആരാണ്? റമീൽ അബ്ദുള്ള ചന്ദേര. റമീൽ അബ്ദുള്ള ചന്ദേര, അതായത് ഞാനാണ് ആ വിസ്ഡം കുഞ്ഞ്. ഇദ്ദേഹം എന്നെ കുഞ്ഞ് എന്നൊക്കെ വിളിച്ച അവസ്ഥക്ക് ഞാൻ അദ്ദേഹത്തെ അനിൽ സാർ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് മോശമാണ്. സാർ വിളിയിലൂടെ അകൽച്ച വരികയാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഞാൻ അണ്ണ എന്ന് വിളിക്കാം. കാരണം അനിൽ ഇച്ച എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു മാച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അനിൽ ഇക്ക എന്ന് വിളിക്കുമ്പോഴും അതും അത്ര കണ്ട് അങ്ങോട്ടേക്ക് യോജിക്കുന്നില്ല. അനിൽ അണ്ണ എന്ന് വിളിക്കുമ്പോൾ കുറച്ചും കൂടി അപ്പുറമുള്ള ആളുകളുടെ ഒരു രീതിയാണല്ലോ. അനിൽ അണ്ണ എന്ന് വിളിക്കുമ്പോൾ അത് എനിക്കും ഒരു സുഖം കിട്ടുന്നുണ്ട് വിളിക്കുമ്പോൾ. അതുകൊണ്ട് ബഹുമാന പുരസ്സരം തന്നെ അനിൽ അണ്ണ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആ വിസ്ഡം കുഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ സംഗതിയെ, അതായത് പെരുന്നാൾ കുത്തുബയ്ക്കിടയിൽ പറഞ്ഞ സംഗതിയെ, അത് തെറ്റിദ്ധരിച്ചവരോടും തെറ്റിദ്ധരിപ്പിച്ചവരോടും ഒക്കെയാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത്. അനിലണ്ണനോട് ഞാനൊരു പ്രഭാഷകനല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിയാക്കന്മാരടക്കമുള്ള ആളുകൾ സമൂഹത്തെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള വിഷയമാണ് എങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് വീഡിയോകൾ ഇറക്കാറുണ്ട്. അതല്ലാതെ ഞാൻ വലിയ പ്രഭാഷകനാണെന്നോ ഞാൻ വലിയ എന്തൊക്കെയോ ആണ് എന്നുള്ള ധാരണയൊന്നുമില്ല. സമൂഹത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ഒരു പരിശ്രമം നടത്തുന്നു എന്ന് മാത്രമാണ്. അദ്ദേഹം ആ പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ആദ്യം എന്നെ കുറിച്ചാണ്. അതിൽ താങ്കൾക്ക് വിഷമമൊന്നും ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയുന്നതിൽ തെറ്റൊന്നുമില്ല, എന്നെ പറയുന്നതിൽ കുറ്റമൊന്നുമില്ല. ഞാൻ പലരെയും പറയുന്നു, എന്നെയും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതെ, താങ്കൾ വിമർശിക്കുന്നത് കൃത്യമായ നിലപാടോ വ്യക്തമായ ധാരണയോ ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ സംസാരത്തിൽ പലപ്പോഴും ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോകും. ആദ്യം പറഞ്ഞത് ഇതാണ്: കൃത്യമായ ഒരു നിലപാടില്ലാതെ തന്റെ തൊള്ളയിൽ തോന്നൊക്കെ വിളിച്ചുകൂവി അത് 4-5 വീഡിയോകളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അതിലൂടെ വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന അനിൽ മുഹമ്മദിൽ നിന്ന് സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു നന്മയും ലഭിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. അദ്ദേഹം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഇതാണ് പുള്ളിയുടെ ഒന്നാമത്തെ ഭാഗം. അതെ, താങ്കളെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞതിൽ ഇപ്പോഴും ഞാൻ അടിയുറച്ചു നിൽക്കുകയാണ്. കാരണം താങ്കൾ ഇപ്പോൾ ഇറക്കിയ ഈ വീഡിയോ പോലും നമുക്കത് ബോധ്യപ്പെടുത്തുകയാണ്. കൃത്യമായ നിലപാടോ വ്യക്തമായ ധാരണയോ ഇല്ലാതെ തന്നെയാണ് താങ്കൾ ഈ വീഡിയോയും ഇറക്കിയിട്ടുള്ളത് എന്നത് കൃത്യമാണ്. പിന്നെ പറഞ്ഞത് യൂട്യൂബിലെ വരുമാനവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ആ പറഞ്ഞതിൽ തെറ്റാണ് എങ്കിൽ നിങ്ങൾക്കത് തിരുത്താം. വിസ്ഡം കുഞ്ഞെ, ജോലി, വരുമാനം, ജീവിതം, തന്നെ കൊണ്ട്, നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിലും ചുറ്റുപാടുകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ, ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്നെ പരിചയപ്പെടുത്താം. താങ്കൾക്ക് ഞാൻ പറഞ്ഞതിൽ വിഷമം ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കളുടെ ഈ ഒരു സംസാരത്തിൽ അവിടെയും ഇവിടെയും കൊള്ളാതെ തന്നെ കൊണ്ട്, ഇന്നെ കൊണ്ട് എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങളൊക്കെ വരുമ്പോൾ അത് ഉള്ളിൽ നല്ലോണം കൊണ്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. ഇനി അങ്ങനെയല്ല എങ്കിൽ താങ്കൾക്ക് അതും പറയാം. പിന്നെ ഈ ഉള്ളവൻ ഒരു സാധാരണക്കാരനാണ്. ഇപ്പോൾ ഗൾഫിലാണുള്ളത്. ഗൾഫിൽ ഒരു കമ്പനിയിൽ ഒരു ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ അതിനിടയിൽ അത്യാവശ്യം ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലതും പറയുമ്പോൾ, പ്രത്യേകിച്ച് സമസ്തയുടെ പുരോഹിതന്മാർ ഇസ്ലാമിന്റെ പേരിൽ ആത്മീയ ചൂഷണം നടത്തുമ്പോൾ അതിനെതിരെയൊക്കെ ചിലപ്പോൾ ഞാൻ തന്നെ വീഡിയോയിൽ വരാറുണ്ട്. പലപ്പോഴും പല പണ്ഡിതന്മാരുടെ കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള സംസാരങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് യൂട്യൂബിലൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ആ ഒരു മേഖലയിൽ നാട്ടിലുണ്ടാകുമ്പോഴും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സേവാപ്രവർത്തനങ്ങൾക്ക് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ തുടരണമെന്ന ആഗ്രഹവും ഉണ്ട്. നിങ്ങൾ വിജയം മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് യൂട്യൂബിന്റെ വരുമാനം ആവശ്യമില്ല. താങ്കളുടെ ജീവിതത്തിന് യൂട്യൂബ് വരുമാനം ആവശ്യമില്ല. ഒന്ന്, എന്റെ ജീവിതത്തിന് അതൊരു ആവശ്യമുള്ള ഘടകമേ അല്ല. അത് താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള ഘടകമേ അല്ല എങ്കിൽ താങ്കൾ അമേരിക്കയോടും അതുപോലെ ഇസ്രായേലിനോടുമുള്ള ശത്രുത അത് വല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ആളാണല്ലോ. ഭയങ്കരമായ ഇറാൻ സ്നേഹിയാണല്ലോ. അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള പ്രതിഷേധം അത് ശക്തിപ്പെടുത്താൻ വേണ്ടി താങ്കൾ യൂട്യൂബ്, അമേരിക്കൻ കമ്പനിയാണല്ലോ, ആ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ വരുന്ന ഏർണിങ്സ് അങ്ങോട്ടേക്ക് സ്റ്റോപ്പ് ചെയ്യും. താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അതൊന്നും അത്യാവശ്യമുള്ള കാര്യമേ അല്ല. അതിനോടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ആ മോണിറ്റേഷൻ ഓഫാക്കിയിട്ടെങ്കിലും വീഡിയോ ഇറക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. താങ്കൾ വീഡിയോ ഒക്കെ ഇറക്കി രംഗത്ത് തന്നെ ഉണ്ടാകണം. പൊതുസമൂഹത്തിന് ഉപകാരമില്ലെങ്കിലും താങ്കൾ വീഡിയോ ഒക്കെ ഇറക്കിക്കോളൂ. പക്ഷേ മോണിറ്റേഷൻ ഒന്ന് ഒരു 6 മാസത്തേക്കെങ്കിലും ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുമോ? പക്ഷേ ഈ നിങ്ങളെപ്പോലുള്ളവരിറങ്ങി ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ദീനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ സമൂഹത്തെ ഭിന്നിപ്പിച്ച് അതുപോലെ തന്നെ ദീൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എന്ന് 2 പ്രയോഗമാണ്.
ഇവിടെ സമൂഹത്തെ എന്ത് പറഞ്ഞാണ് നമ്മൾ ഭിന്നിപ്പിച്ചത് എന്ന് താങ്കളൊന്ന് പറയണം. 2, ദീനീപരമല്ലാതെ, ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദീനല്ലാത്ത എന്താണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അതും കൃത്യമായി തന്നെ താങ്കളൊന്ന് പറഞ്ഞാൽ നമുക്ക് അത് അറിയാൻ വേണ്ടിയാണ്. അവരവരുടെ ഉപജീവന മാർഗം നടത്തുന്നതിന് വേണ്ടി പല മാർഗങ്ങൾ തേടുകയും അവരവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഗൾഫിൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പല ആളുകളും പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. മതം വിറ്റ് ജീവിക്കുന്ന സമസ്ത പുരോഹിതന്മാരെ പോലെയുള്ള ആരും തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരായിട്ടുമില്ല, പ്രവർത്തകരുമായിട്ടില്ല. അവരൊക്കെ അവരുടേതായ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ അവർ കിട്ടുന്ന സമയങ്ങളിൽ ദേവാ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നു എന്ന് മാത്രമേ ഇതിലുള്ളൂ. വളരെ അപ്രസക്തമായ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച്, ഒരു പ്രസക്തിയുമില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് കൊരുത്തടിച്ച് ഇപ്പോൾ സമസ്തക്കാരും സലഫികളും തമ്മിലൊക്കെ തർക്കിക്കുന്ന പല വിഷയങ്ങളും അതൊന്നും നിസ്സാര വിഷയമൊന്നുമല്ല. നിങ്ങളിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കീറി വലിക്കുന്നത് പോലെയുള്ള വിഷയങ്ങളൊന്നുമല്ല. പ്രത്യേകിച്ച് ഇസ്തിഹാസ വിഷയം പോലെയുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രധാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്ന CM മടവൂരാണ് എന്നൊക്കെയുള്ള കുഫ്രൻ വാദങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലോകത്തിനെ നിയന്ത്രിക്കുന്നവർ ആ ആളുകൾ അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, മൗത്തിന്റെ ശേഷവും നിയന്ത്രിക്കും. ഇസ്ലാമിന്റെ ലേബിളിൽ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിത വർഗം അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസും ഒക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പലതും പറഞ്ഞ് സമർത്ഥിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യ രൂപം എന്താണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പണ്ഡിത ധർമ്മമാണ്. അത് പണ്ഡിതന്മാർ ചെയ്യുന്നു. ആ പണ്ഡിതന്മാർ സംസാരിച്ച വീഡിയോകളൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ എഡിറ്റ് ചെയ്യുന്നു, അത് യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നു. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ സംസാരിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിൽ നിന്ന് ഏതെങ്കിലും കഷ്ണങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇതിവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നു, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അത് അങ്ങനെയല്ല. പറയുന്നതിന്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും കേൾക്കാതെ ആരെങ്കിലും മുറിച്ചിട്ട ക്ലിപ്പും വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിനപ്പുറം ഇതെന്നല്ല യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇത് കേവലം ഒരു പ്രബോധന കൂട്ടായ്മ മാത്രമാണ്. അതല്ലാതെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കൂ എന്നുള്ള ധാരണയിലൂടെ ഒന്നുമല്ല ഞങ്ങളാരും സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഒരു കൂട്ടായ്മയിലൂടെ ചെയ്യുമ്പോൾ അതിനൊരു ബലവും ശക്തിയും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നു. അതിനൊക്കെ കൽപ്പനയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ആ കൂട്ടായ്മയിലൂടെ നമ്മളൊക്കെ പ്രവർത്തിക്കുന്നു. അത്തരം ആളുകളുടെ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇതിലൊന്നും പെടുന്ന ഒരാളല്ലാത്തത് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ടാണ് ഞാനിതിൽ സംസാരിക്കുന്നത്. പക്ഷെ താങ്കൾ ഈ പറയുന്നതൊക്കെ ഒരു കൃത്യമായ ധാരണയോ വ്യക്തമായ ബോധ്യത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല. അതുപോലെ തന്നെ താങ്കൾക്ക് കൃത്യമായി ഒരു നിലപാടുമില്ല ഒരു വിഷയത്തിൽ. അതാണ് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ രംഗത്ത് വന്ന് നിങ്ങൾക്കെതിരെ വീഡിയോ ഇറക്കേണ്ട അവസ്ഥ വരുന്നത്. കൃത്യമായ ഒരു നിലപാട് പറഞ്ഞുകൊണ്ടാണ് താങ്കളൊക്കെ സംസാരിക്കുന്നത്. അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാകും. പക്ഷേ താങ്കൾ പറയുന്നതൊക്കെ താങ്കളുടെ വായാടിത്തം മാത്രമായി പോകുന്നു. അതാണ് പ്രശ്നം. അതെന്റെ വിസ്ഡം കുഞ്ഞൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് താങ്കൾക്കെതിരെ ഞങ്ങൾ വീഡിയോ ഇറക്കിയത്. ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ, ഇറാനെ അകാരണമായി ആക്രമിക്കുമ്പോൾ, അവിടുത്തെ ഭരണാധികാരികളെ വധിച്ചപ്പോൾ ലോകം മുഴുവനുള്ള വിശ്വാസികൾ അതിനോട് വൈകാരികമായി പ്രതികരിക്കുകയുണ്ടായി. അതിലൊരു വൈകാരികതയും തോന്നാതിരുന്ന ആളുകളായിരുന്നു വിസ്ഡം കുഞ്ഞുങ്ങൾ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് സമൂഹത്തെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇവിടെ ഒരിക്കലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരോ പ്രബോധകരോ സാധാരണക്കാരായ ആളുകളോ അമേരിക്കയോ ഇസ്രായേലിനെയോ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആരും ഒന്നും പറഞ്ഞിട്ട്. ഇവിടെ പണ്ഡിതന്മാരും പ്രബോധകരും ഒക്കെ പറഞ്ഞ വിഷയം എന്താണ്? അത് താങ്കളെ പോലുള്ള ആളുകൾ തന്നെ കൃത്യമായ ഒരു ധാരണയും ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഖമേനി കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ ഖുർആന്റെ ആയത്തൊക്കെ ഓതിക്കൊണ്ടാണ് താങ്കളെ പോലെയുള്ള ആളുകൾ ഷഹീദ് എന്ന പദവിയിലേക്ക് എത്തിച്ചത്. അത് താങ്കൾ മറന്നിട്ടുണ്ടോ? മടക്കി നൽകി എന്ന് ആശ്വസിക്കാം. ഖുർആനിലെ ഒരു വചനമുണ്ടല്ലോ, സൂറത്തുൽ ഫജ്റിലെ അവസാന വചനം, ഇർജി ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറയുന്നത് പോലെ, ശാന്തി അടഞ്ഞ ആത്മാക്കളെ നിങ്ങൾക്ക് സ്വാഗതം എന്നതുപോലെ തൻ്റെ ജീവിതത്തിൻ്റെ 36 വർഷം ഇതിനുവേണ്ടി ഏറ്റവും മനോഹരമായി, ഏറ്റവും ഉത്തരവാദിത്വപൂർണമായി ചിലവഴിച്ച അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിനിടയിൽ തന്നെ ഒരു ഷഹീദായി യാത്രയാകുന്നു. അതെ, ഇതാണ് ധീരമായ മരണം. ഒരു 85 വയസ്സുകാരന് ലഭിക്കാവുന്ന ഏറ്റവും ചരിത്രപരവും
ധീരവുമായ മടക്കയാത്ര. താങ്കളെ പോലെയുള്ള ആളുകൾ ഖുർആനിലെ ആയത്തുകളൊക്കെ ഓതിക്കൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണ് എന്നൊക്കെ ധരിപ്പിക്കുന്ന രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഷഹീദ് പദവിയൊക്കെ നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ ആദർശത്തെയോ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയോ അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ചോ കൃത്യമായി യാതൊരു ധാരണയുമില്ലാതെ തന്നെയാണ് ഈ വിഷയം സംസാരിച്ചത്. ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഒരിക്കലും ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ തോന്നിവാസത്തെ, നരനായാട്ടിനെ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. ഇവിടെ പറയപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അത് താങ്കളെ പോലെയുള്ള ആളുകൾ ഈ പറയപ്പെടുന്ന രീതിയിൽ പറഞ്ഞു വെച്ചത് തന്നെയാണ്. കാരണം ഇവിടെ ഷഹീദ് എന്ന പദവിയും സ്വർഗത്തിലാണ് എന്ന രൂപത്തിലുള്ള സംസാരമൊക്കെ വരുമ്പോൾ ഇവിടെ മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംസാരമുണ്ടല്ലോ, അതിനെക്കുറിച്ച് താങ്കൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തെ സത്യസന്ധമായും അതിജീവിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. അതുകൊണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ടിലും സംസാരിക്കുമ്പോൾ പ്രവാചകൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് പലരും അന്വേഷിക്കുന്നത്. ലോകത്ത് ഒരാളെപ്പോലും ഇതുപോലെ ഒരാൾ ചെയ്യുന്നത് പോലെ മുടി ചീപ്പിയാൽ, ഇരുന്നാൽ, ഉറങ്ങിയാൽ അതെല്ലാം പ്രതിഫലാർഹമാണെന്ന് പ്രപഞ്ചനാഥൻ പറഞ്ഞ മറ്റൊരാളുണ്ടാവില്ല. അവിടെയാണ് അതിൻ്റെ തിളക്കമേറുന്നത്. ആ തിളക്കം താങ്കളുടെ മുഖത്ത് പോലും കാണുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഞാനിത് താങ്കളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. താങ്കളുടെ വീഡിയോക്ക് ചുവടെ താങ്കളുടെ മുഹബ്ബീങ്ങളായ പല ആളുകളും എഴുതി വെച്ച കമന്റുകൾ എന്റെ താടിയെ വിമർശിച്ചുകൊണ്ട് വളരെ മോശമായി കൊണ്ട് തന്നെ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ താങ്കളാകട്ടെ പ്രവാചകന്റെ സുന്നത്തിനെ അവഹേളിച്ചുകൊണ്ട് പൂർണ്ണമായും താടി വടിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും താങ്കൾ ഒരു അക്ഷരം മിണ്ടിയിട്ട് പോലും ഇല്ല. ഇനി ഇവിടെ പറയപ്പെടുന്ന വിഷയം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ, ഈ ഉമ്മത്തിന്റെ ഔലിയാക്കന്മാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ നമ്മുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ നരകത്തിലാണ് എന്നും അവരുടെ പേരിൽ ലാനത്ത് പറയണമെന്നും ഒക്കെ ഷഹാദത്ത് ചൊല്ലി കൊടുക്കുന്ന ആള്, അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഷഹാദത്ത്? നമുക്കൊന്ന് കേൾക്കാം. അഷ്ഹദു അന്ന أبا بكر وعمر وعثمان وعائشة وحفصة في النار أبرأ إلى الله وإلى رسوله وإلى رسوله لا شوف مو وإلا لا يعني لا تقدرون تسي وإلا سي وإلى الأخ لأنه يعني متربي في بريطانيا وعايش في بريطانيا، فلذلك لغة العربية شوية صعبة. أشهد لا أبرأ إلى الله وإلى رسوله من أبي بكر وعمر وعثمان وعائشة وحفصة لعنة الله عليه. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളും ഷഹാദത്തും ഒക്കെ ചൊല്ലിക്കൊടുക്കുന്ന ആളുകൾ ഷഹീദാണ് എന്നും സ്വർഗത്തിലാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ താങ്കളെപ്പോലെയുള്ള ആളുകൾ നടത്തുമ്പോൾ അതിനെതിരെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊന്നും മിണ്ടരുത്, ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളണം, ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കിക്കോളണം എന്നുള്ള ഒരു രീതി ശരിയാണോ അനിലണ്ണ? അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെയൊന്ന് ചോദിച്ചത്. സഹോദരങ്ങളെ, ഈ പറയുന്ന ഷഹാദത്ത് ഇറാൻ പ്രേമം മൂത്ത ഈ അനിൽ മുഹമ്മദ് ചെല്ലുമോ? നമുക്കതൊന്നും അറിയാൻ ആഗ്രഹമാണ്. അത് എന്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ താങ്കൾ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. താങ്കൾ ആ ഷഹാദത്ത് ചെല്ലുമോ? ആയിഷ ബീബി നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ പാടി കേക്ക് മുറിക്കുന്ന ഒരു രംഗം, അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. പക്ഷേ താങ്കൾ അതൊന്നും കണ്ട ഭാവം നടിച്ചിട്ടില്ല. എന്നെ കൊണ്ട് ഈ സമുദായത്തിന് ഒരു ദ്രോഹവും ഇല്ല. താങ്കൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ താങ്കൾ അത് മാറ്റേണ്ടതാണ് അനിലണ്ണ. കാരണം താങ്കളെ കൊണ്ട് ഉപദ്രവമാണ് സമൂഹത്തിന് ഉണ്ടാകുന്നത്. താങ്കളുടെ പല സംസാരങ്ങളും താങ്കളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടും. തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ നിലപാടുകളാണ് ഇസ്ലാമിക വിഷയത്തിൽ താങ്കൾ എടുക്കുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളെ പുച്ഛിച്ചുകൊണ്ടും ഇസ്ലാമിക പണ്ഡിതന്മാരെ അവഹേളിച്ചുകൊണ്ടുമൊക്കെ പല വീഡിയോകളും താങ്കളിൽ നിന്ന് നമ്മൾ കാണാൻ ഇടയായിട്ടുണ്ട്. അതൊക്കെ ശരിയാണെന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ ആളുകൾക്ക് പിന്നീട് ഇസ്ലാമിക പ്രമാണങ്ങളോടോ അതുപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരെയൊക്കെ ഉച്ച മനോഭാവത്തോടെ മാത്രമേ അവർ കാണുകയുള്ളൂ. അതൊരിക്കലും സമൂഹത്തിന് ഉപകാരമുള്ളതല്ല, ഉപദ്രവമായി മാറുക മാത്രമാണ് ചെയ്യുക. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾക്ക് നിങ്ങൾ ഒരുതരം അർദ്ധയുക്തിവാദികളുടെ രൂപത്തിലേക്ക് പരിവർത്തനം നടത്താനുള്ള ശ്രമമാണ് താങ്കളുടെ വീഡിയോയിലൂടെ നടത്തുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ താങ്കൾ തന്നെ താങ്കളുടെ വീഡിയോ ഒന്ന് പൂർണ്ണമായും കേൾക്കുകയും അതൊന്ന് വിലയിരുത്തുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഏറെക്കുറെ ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. അവർ ഈ സൗദി അറേബ്യൻ സലഫിസത്തിന്റെയും മിഡിൽ ഈസ്റ്റിലെ അത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു ഗുണഭോക്താവായതുകൊണ്ട് അവർക്ക് ഈ ജിന്ന് വിഷയത്തിലുള്ള ആശങ്കയോ ഉത്കണ്ഠയോ പോലും
ഇത്തരം രാജ്യാന്തര വിഷയങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. രാജ്യാന്തര വിഷയങ്ങളിലൊക്കെ നമുക്ക് നല്ല ഉത്കണ്ഠതയുണ്ട്. കാരണം പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആളുകളൊക്കെ പ്രവാസ ലോകത്താണ് ജീവിക്കുന്നത്. ഇന്നത്തെ സാഹചര്യം നമുക്ക് കൃത്യമായി അറിയാം. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ അടുക്കളയിൽ വരെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞൊരു വിഷയവുമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ അതിനേക്കാളും വലുതാണല്ലോ നമ്മുടെ അഖീദാപരമായ വിഷയം. ജിന്നി വിഷയമൊന്നും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമേ അല്ല. അതൊക്കെ വിഷയമായ ആളുകളുണ്ട്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ രേഖാമൂലം ഞാൻ കാണിച്ചു തരാൻ തയ്യാറുമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വിസ്ഡം കുഞ്ഞെ മനസ്സിലാക്കാൻ. ഒന്നാമത്തെ കാര്യം, ഈ കോണ്ടെക്സ്റ്റിൽ അവിടെ ഒരു ആക്രമണം നടന്ന ഒരു രാജ്യത്തെ അടിച്ചു തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് തിരികേണ്ട ഒരു വിഷയമല്ല ഈ വിഷയം. ഇവിടെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഞങ്ങൾ ഇവിടെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തിരികെ കയറ്റിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഷഹീദ് എന്നൊക്കെ പറഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായി മരണപ്പെട്ടതാണ്. നിസ്കാര സമയത്താണ് കുത്തേറ്റത്. ആ കുത്തിയവൻ ഇന്ന് ഇറാനിലെ വലിയൊരു ജാറമായി അവിടെയുണ്ട്. ഇതൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാകാൻ സാധ്യതയേയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. കാരണം മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഇവർ വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്, ഷഹാദത്തായി ചെല്ലിപ്പിക്കുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ടൊക്കെ കമേനി പറഞ്ഞ വിഷയങ്ങൾ നമ്മുടെ മുനീർ ഷറഫി പറഞ്ഞപ്പോൾ കിതാബ് ഇന്നും ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന അവരുടെ അഖീദ പഠിക്കുന്ന അൽ ഖവാസ് വൽ അഹ്ലാത്തുൽ മസീരിയ എന്ന് പറയുന്ന ഗ്രന്ഥം, നാളെ ഇത് ക്ലിപ്പായി ഇറങ്ങുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ഗ്രന്ഥം കാണും. എന്താണ് ഗ്രന്ഥത്തിന്റെ പേര്? ഇത് അലി ഖമനൈ എഴുതിയ ഗ്രന്ഥമാണ്. അൽ ഖവാസ് വൽ അഹ്ലാത്തുൽ മസീരിയ. ആ ഗ്രന്ഥം അലി ഖമനൈ എഴുതിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ 57-ാമത്തെ പേജിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കിയ ആളാണെന്ന് അലി ഖമനൈ എഴുതിയ ആളെ എങ്ങനെയാണ് അനിൽ മുഹമ്മദ് സാഹിബെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? അദ്ദേഹം പറയട്ടെ. നമ്മൾ അതേ പറഞ്ഞുള്ളൂ, നമുക്ക് അതാണ് വേദന. അലി ഖമനിയെ നിങ്ങൾ ഷഹീദാക്കാൻ പാടില്ല. കാരണം സിദ്ദീഖുൽ അക്ബറിനെ ഭിന്നതയുണ്ടാക്കിയ ആളാണ് എന്ന് ആ ഗ്രന്ഥത്തിന്റെ 57-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. മാത്രമല്ല അതേ ഗ്രന്ഥത്തിന്റെ 52-ാമത്തെ പേജിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുടെ വസിയ്യത്ത് തടഞ്ഞവനായി മുദ്ര കുത്തപ്പെടുന്നു. അലി ഖമനി എഴുതിയതാണ്. മാത്രമല്ല അതേ ഗ്രന്ഥത്തിന്റെ 65-ാമത്തെ പേജിൽ നമ്മുടെ ഉമ്മ ആയിഷ ബീവിയെയും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെയും ഇസ്ലാമിൽ ആദ്യത്തെ കള്ളസാക്ഷ്യം പറഞ്ഞവരാണെന്ന് എഴുതുന്നുണ്ട്. തീർന്നിട്ടില്ല. അതേ ഗ്രന്ഥത്തിന്റെ 67-68 പേജിൽ സഅദ് ഇബ്നു അബീ വഖാസ്, അബൂ മൂസ അശ്അരി തുടങ്ങിയവർ ദുനിയാവ് മോഹിച്ച് അമൽ ചെയ്തവരാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈമാന്റെ കണികങ്ങൾ ഹൃദയത്തിലുണ്ടോ അനിൽ മുഹമ്മദ് സാഹിബ്? എങ്കിലും നിങ്ങളിത് പറയാൻ പറ്റുമോ? തീർന്നിട്ടില്ല. അലി ഖമനൈ എഴുതുകയാണ് 63-ാമത്തെ പേജിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗാവകാശിയാണ്, നിവർന്നുകൊണ്ട് മലന്ന് നീന്തി സ്വർഗത്തിലേക്ക് പോകുന്ന സഹാബിയാണെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പ്രവാചകന്റെ കാലശേഷം അവിടുത്തെ ഭാര്യമാർക്ക് അന്നം നൽകിയ, അവിടുത്തെ ഭാര്യമാർക്ക് വേണ്ട സഹായം നൽകിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചതിയനും വഞ്ചകനുമാണ് എന്ന് അതിന്റെ 63-ാമത്തെ പേജിലില്ലേ? ഇയാളെങ്ങനെ ഷഹീദാകുക? അയാൾ മരിച്ചു നിങ്ങൾ പറഞ്ഞു. ദുനിയാവിൽ ഇപ്പൊ കുറെ രാഷ്ട്രീയക്കാർ വെട്ടും കുത്തും കിട്ടി മരിക്കുന്നുണ്ട്. ആ രക്തസാക്ഷി ആയിക്കോട്ടെ, പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ വരവെക്കരുത്. അതിനുവേണ്ടി മലയാളിയായ മുസ്ലിമായ അനിൽ മുഹമ്മദെ നിങ്ങളെ തുള്ളാൻ പാടില്ല. തീർന്നിട്ടില്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം, ഇവർ വഴിതെറ്റിയവരാണ്, ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയവരാണ് എന്ന് അതിന്റെ 100-ാമത്തെ പേജിലില്ലേ? നിങ്ങൾ ഇതിനൊക്കൊന്നും തൊടിയും നമ്മൾ പാതിരി വിളിച്ചുണ്ടോ എന്ന് മാത്രം അത് പൂർത്തിയാവില്ലല്ലോ. ഇനി ഞാൻ കിതാബ് ഓതി പഠിക്കണോ എന്നൊക്കെ ഒരു പരിഹാസ രൂപത്തിൽ സംസാരിച്ചു എന്നതല്ലാതെ ഇനി ഞാൻ കൂടി കിതാബ് തുടർന്നിട്ട് എന്ത് കാര്യാ സഹോദര? പറയപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം താങ്കൾ അന്നും മിണ്ടിയിട്ടില്ല. ഇപ്പോഴും താങ്കൾ മിണ്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൃത്യമായ നിലപാടോ വ്യക്തമായ ധാരണയോ ഒന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ സമയവും സന്ദർഭവും സാഹചര്യവും അറിഞ്ഞുകൂടാതെ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഈ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് നിങ്ങളെന്ന് പറയുന്നത്. അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. താങ്കൾ ഒന്ന് തിരിച്ചു ചിന്തിക്കുക. കൃത്യമായി പറയേണ്ട സമയത്ത് തന്നെയാണ് നമ്മളത് പറഞ്ഞത്. അതല്ലാതെ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ മുസ്ലിം ലോകത്തിന്റെ വലിയ നേതാവായി ഖമേനിയെ വാഴ്ത്തുകയും ഷഹീദ് എന്ന പദവിയിൽ സ്വർഗത്തിലാണ് എന്ന രീതിയിലൊക്കെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാം പരിസമാപിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം കുറെ മുജാഹിദുകൾ ഇറങ്ങിയിട്ട് അത് ശരിയല്ല എന്ന് പറയുകയാണോ വേണ്ടത്? ഇങ്ങനെ ഒരു പ്രചരണം നടക്കുന്ന സമയത്ത് തന്നെ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അമേരിക്കയെ വെള്ളപൂശാനൊന്നും അല്ലല്ലോ ഇത് പറഞ്ഞത്. അത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായ തെറ്റിദ്ധാരണ മൂലമാണ് എങ്കിൽ താങ്കൾ അത് തിരുത്തണം എന്നാണ് പറയാനുള്ളത്. കാരണം ഒരിക്കലും നമ്മൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാന് എതിരെയല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അധിക പ്രസംഗത്തെ മാത്രമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേ മുജാഹിദ് ബാലുശ്ശേരിയല്ലേ പണ്ട് അമ്പലത്തിന് കാശ് കൊടുക്കരുത്, അങ്ങനെ കൊടുത്താൽ ഇങ്ങനെ ആകുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞൊരു പ്രഭാഷണം നടത്തിയത്? നിങ്ങളത് ഓൺ ചെയ്യുന്നുണ്ടോ?
അത് വിസ്ഡം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒന്ന് ഓൺ ചെയ്ത് ഈ കുഞ്ഞിനെന്ന് പറയാവോ അത് അങ്ങനെ തന്നെ ആയിരുന്നു, അങ്ങനെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയാവോ? നിങ്ങൾ ബോധപൂർവ്വം ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ എനിക്ക് മറുപടിയായി പറഞ്ഞ ആ വീഡിയോയിൽ തന്നെ കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അവിടെയും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കൃത്യമായി അതിനെക്കുറിച്ച് ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, താങ്കൾ മുറിച്ചിട്ട മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണമുണ്ടല്ലോ, അതായത് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ പ്രഭാഷണത്തിലും അതേ നിലയിലുള്ള വിഷയം സംസാരിക്കുന്നുണ്ട്. ഈ വിഡ്ഢിയല്ലേ ഒരു മൈക്കിലൂടെ ഉറക്കെ തെരുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, അമ്പലങ്ങൾക്കാരെങ്കിലും സഹായം കൊടുത്തു പോയാൽ അവരെല്ലാം നരകത്തിലാണെന്ന് പ്രഖ്യാപിച്ച് വിധി പ്രസ്താവന നടത്തിയ ആളല്ലേ ഇയാൾ ഉണ്ടാക്കി വെച്ച ആ വിഡ്ഢിത്തര വർത്തമാനത്തിന് എത്ര നാൾ ഒരു സമൂഹവും സമുദായവും മറുപടി പറയേണ്ടി വന്നു? ഇയാൾ വല്ലതും കൊടുക്കുന്ന ആളാണോ? അല്ല. കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? ഇദ്ദേഹത്തിന്റെ അടുത്ത ആരോപണമാണ് ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളൊക്കെ സംഘടന കൊണ്ടാണ് ജീവിക്കുന്നത് എന്നും അമ്പലങ്ങളിൽ അവരുടെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി പാടില്ല, അവർക്ക് സമ്പത്ത് നൽകാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞതുമൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ വിഡ്ഢിത്തമാണ്. അത് ഖുർആന്റെ കൽപ്പനയാണ് ഭായി. ഈ ചളവള സംസാരിക്കുന്നതിനിടയിൽ അതൊക്കെ ഒന്ന് പരിശോധിക്കണം. ബഹുദൈവാരാധനയ്ക്ക് സഹായം നൽകാൻ വേണ്ടി പാടുണ്ടോ? ഇസ്ലാമിൽ ഏറ്റവും വലിയ ദുൽമി എന്ന് പറയുന്നത് ഷിർക്കാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെന്തൊക്കെയാണ് വലിയ ദുൽമ്? ഇസ്ലാമിൽ ഏറ്റവും വലിയ ദുൽമി എന്ന് പറയുന്നത് ഷിർക്കാണ്. ആ ഷിർക്കിന് വേണ്ടി നമ്മൾ സഹായം നൽകാൻ വേണ്ടി പാടില്ല എന്നത് ഖുർആന്റെ കൽപ്പനയാണ്. അത് സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ വചനം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. അതോർക്കണം, അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കില്ലെന്നും അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിലും തലകുനിക്കില്ലെന്നും നമുക്ക് പറയാൻ കഴിയണം. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കാനും മറ്റൊരു വിശ്വാസത്തിന്റെ അംശവും ജീവിതത്തിൽ ചേർത്ത് വെക്കാനും ഭരണഘടന നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ, നിങ്ങളുടെ മതമെന്തോ അത് നിങ്ങൾ പ്രബോധനം ചെയ്യൂ എന്ന് അനുവാദം നൽകിയ ആർട്ടിക്കിൾ 25 അതൊരിക്കലും മറന്നു പോകരുത്. മതലേനമല്ല മതസൗഹാർദ്ദം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാനവിക സൗഹാർദ്ദം എന്ന് പറയുന്നത് ഏതേത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ടും അവരെ സ്നേഹിക്കാൻ കഴിയുക, അവന്റെ വേദനകളിൽ പങ്കാളിയാവാൻ കഴിയുക. വീടില്ലാത്തവന്റെ നമ്പരം നോക്കുമ്പോൾ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, വർഗം നോക്കുന്നില്ല, ആചാരം നോക്കുന്നില്ല. പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി നോക്കുമ്പോൾ അവന്റെ പട്ടിണിയും മുസൽമാന്റെ പട്ടിണിയും ലോകത്തെ എല്ലാ നിലയിലുള്ള പട്ടിണികളും ആ പട്ടിണികളെല്ലാം ഒരേപോലെയുള്ള പട്ടിണികളാണ്. മനുഷ്യരുമായുള്ള സൗഹൃദത്തിനോ സ്നേഹത്തിനോ നമുക്കൊരു പ്രയാസവുമില്ല. ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാനും എന്നാണ് 60-ാം അധ്യായം 8-9 വചനങ്ങളിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും നന്മയിലുമാണ് സഹകരണം, തിന്മയിൽ സഹകരണമില്ല. ശിർക്ക് തിന്മയാണ്, ബഹുദൈവത്വം തിന്മയാണ്. അതിനോട് സഹകരിക്കാനോ അതിനോട് രാജിയാവാനോ ബിദ്അത്ത് തിന്മയാണ്, അതിനോട് രാജിയാകാൻ നമുക്ക് കഴിയില്ല. ഹറാമുകളോട് രാജിയാകാൻ വിശ്വാസിക്ക് സാധിക്കില്ല. അവന് കൃത്യമായ വേദഗ്രന്ഥമുണ്ട്, ആ വേദഗ്രന്ഥത്തിന്റെ ഫോളോ അപ്പ് ഉണ്ട്. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഷിർക്കാണ്. ഷിർക്കൻ വിശ്വാസത്തിന് വേണ്ടി, അവരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ അവരുടെ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി, അവരുടെ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ സഹായം നൽകാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കൃത്യമല്ലേ? അത് ഖുർആന്റെ നിലപാടല്ലേ? അതുപോലും അദ്ദേഹം വിഡ്ഢിത്തമായിട്ടാണ് കാണുന്നത്. അതൊക്കെ മതം പഠിച്ച പ്രബോധകർക്കുള്ള ഉത്തരവാദിത്തമാണ്. അത് അവർ പറയും. അത് വേണമെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ സ്വീകരിച്ചാൽ മതി, യാതൊരു നിർബന്ധവുമില്ല. അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് അതും താങ്കൾ കണ്ടിട്ടില്ല. കണ്ട ഭാവം താങ്കൾ നടിക്കുന്നില്ല. അതാണ് താങ്കൾക്ക് ഇങ്ങനെ തൊള്ളയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയണം. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് അത് വെച്ച് ചാമ്പുകയാണ് താങ്കൾ ചെയ്യുന്നത്. ഒരാളുടെ സംസാരം എടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ തൊട്ട് മുമ്പും ശേഷവും ഒക്കെ എന്തൊക്കെയാ പറഞ്ഞത് എന്നൊക്കെ ഒന്ന് കേൾക്കുന്ന നല്ലതാണ് അനിലണ്ണ. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് താങ്കൾ ഈ രീതിയിൽ വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് താങ്കൾ ഒരു വിവരം കെട്ടവനായി സമൂഹം വിലയിരുത്തപ്പെടുന്നത്. അത് താങ്കൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ പറയണ അണ്ണ, താങ്കൾ തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈദ് ഖുത്ബ ഒന്ന് പൂർണ്ണമായി കേൾക്കുക. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞ് താങ്കൾ സംസാരിച്ചല്ലോ, ആ പറഞ്ഞതും ഒന്ന് പൂർണ്ണമായി കേൾക്കുക. അതിൽ തന്നെ പറയപ്പെട്ട ചോദ്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായുള്ള വിഷയം നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനിലണ്ണനോട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധാരണ കൊണ്ടോ ഇല്ലെങ്കിൽ അന്ധമായ എതിർപ്പ് കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ വിദ്വേഷം താങ്കൾക്ക് ഉണ്ടാകാം. അതുകൊണ്ടോ നിങ്ങൾ വിസ്റ്റത്തെയൊക്കെ വലിച്ചിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലും സമസ്തയെ പോലെയുള്ള ഒരു സംഘടനയല്ല വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ അതിലുള്ള ചില അനുയായികളെ പോലെ പെരുമാറുന്ന ആളുകളോ അല്ല വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ. അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരിക്കലും മതം വിറ്റ് ജീവിക്കുന്ന പണ്ഡിതന്മാരല്ല വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർ എന്നെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ മനസ്സിലാക്കുക. സമസ്ത മുസ്ലിയാക്കന്മാരെ കൊണ്ടുപോയി കെട്ടുന്ന അതേ ആലയിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെയും കൊണ്ടുപോയി
തെറ്റരുത് എന്ന് സ്നേഹത്തോടെ താങ്കളോട് ഉണർത്തുകയാണ്. പിന്നെ പറയാനുള്ളത് താങ്കളോട് ആ 108 ആംബുലൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ, കുടുംബക്കാരെയൊക്കെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. താങ്കൾ ഇതേ നിലപാടിൽ തന്നെ പോവുകയാണ് എങ്കിൽ, ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് താങ്കൾ തുടരുന്നത് എങ്കിൽ താങ്കൾ അതൊക്കെ ഒന്ന് ചെയ്യേണ്ടതാണ് എന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ്. മറ്റു കാര്യങ്ങളും തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.